ഇന്ത്യൻ സിനിമയിലെ മികച്ച രണ്ടു നടിമാർ ഉടുതുണി ഉരിയാൻ മത്സരിച്ച കഥയാണ് സിനിമ കേരളയിൽ പറയുന്നത്. ആ നടിമാരും ഉർവശിയും രമ്യ കൃഷ്ണനും. രണ്ടുപേരും പിന്നീട് ഇന്ത്യൻ സിനിമയുടെ അത്ഭുതമായി മാറി. രമ്യ കൃഷ്ണൻ ബാഹുബലിയിലൂടെ തൻ്റെ അഭിനയത്തിന് മറ്റൊരു തലമുണ്ടെന്ന് തെളിയിച്ചു. ഉർവശി തമിഴ് സിനിമയിൽ ഇപ്പോൾ നവരസ നായികയാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ കയ്പുനീർ ഒരുപാട് കുടിച്ചു ഉർവശിയും മനോജ് കെ ജയനും തമ്മിലുള്ള ദാമ്പത്യം തകർന്നതും ഉർവശി മദ്യാസക്തയാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്നൊക്കെ വിമുഖത നേടി പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഉർവശി ഇപ്പോൾ തൻ്റെ കരിയറിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്നു. രമ്യ കൃഷ്ണൻ പടയപ്പയിലൂടെയാണ് ആദ്യം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത്. പടയപ്പയിലെ നെഗറ്റീവ് ക്യാരക്ടർ രമ്യ കൃഷ്ണൻ മനോഹരമാക്കി മാറ്റി. പടയപ്പയിലെ പ്രധാന വില്ലത്തിയും രമ്യ കൃഷ്ണൻ ആയിരുന്നു. പിന്നീട് ബാഹുബലിയിലൂടെ വല്ലാത്തൊരു തലത്തിലേക്ക്, ശിവകാമി എന്ന കഥാപാത്രത്തിലൂടെ പുതിയൊരു തലത്തിലേക്ക് രമ്യ കൃഷ്ണൻ പോയി. മഹാനദികളുടെ ഉത്ഭവവും മഹതികളുടെ ഭൂതകാലവും ചികയരുതെന്ന് ഒരു തത്വശാസ്ത്രമുണ്ട്. മഹതികളായ ഉർവശിയുടെയും രമ്യാകൃഷ്ണൻ്റെയും ഭൂതകാലം ചികഞ്ഞാൽ ഈ തത്വശാസ്ത്രത്തിന് വലിയ വിലയുണ്ടെന്ന്, വലിയ തലമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1988 പുറത്തിറങ്ങിയ അനുരാഗി എന്ന ചിത്രം പഴയ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ന്യൂജൻ തലമുറയ്ക്ക് അതേപ്പറ്റി അജ്ഞാതവും. അനുരാഗി എന്ന ചിത്രം മാനസിക വ്യാപാരങ്ങളുടെ തലത്തിൽ നിന്ന് കഥ പറഞ്ഞ ചിത്രമാണ്. ഷെറീഫ് കഥയും തിരക്കഥയും എഴുതി IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രമ്യ കൃഷ്ണനും ഉർവശിയുമായിരുന്നു നായികമാർ. മോഹൻലാൽ നായകൻ, സുരേഷ് ഗോപി വില്ലൻ. ഈ ചിത്രത്തിലാണ് രമ്യ കൃഷ്ണനും ഉർവശിയും ഉടുതുണിയിരിയാൻ മത്സരിച്ചത്. ഈ ചിത്രം രതിരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഒരു ഷർട്ട് മാത്രം അണിഞ്ഞ് തുടയഴക് കാട്ടി നിൽക്കുന്ന രമ്യ കൃഷ്ണന്റെ തുടയിൽ കുഴമ്പ് പുരട്ടുന്ന മോഹൻലാൽ. ആ രംഗം ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു. രമ്യ കൃഷ്ണന്റെ തുടയിലെ മുറിവിൽ കുഴമ്പ് തേക്കുന്ന മോഹൻലാലിൻ്റെ രംഗം. ഉർവശിയും വിട്ടുകൊടുത്തില്ല നഗ്നത പ്രദർശനത്തിൻ്റെ കാര്യത്തിൽ. IV ശശി പറഞ്ഞതുപോലെ തന്നെ ഉർവശി ചെയ്തു. ഉർവശിയുടെ പൊക്കിളിൽ ഇക്കിളിയിടുന്ന മോഹൻലാലിൻ്റെ രംഗം ഈ ചിത്രത്തിൽ ഹൈലൈറ്റ് ആണ്. അങ്ങനെ ഇരുവരും മാറിട വടിവുകളും തുടയഴകും ഒക്കെ കാട്ടി മത്സരിച്ച് മതാലസകളായി അഭിനയിച്ചു അനുരാഗി ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ പരാജയം മോഹൻലാൽ ആരാധകർ ഈ ചിത്രം കാണാൻ എത്തിയില്ല എന്നുള്ളതാണ്. മോഹൻലാൽ ഉർവശിയോടൊപ്പവും രമ്യ കൃഷ്ണനോടൊപ്പവും രതിരംഗങ്ങളിൽ സമൃദ്ധമായി അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് കാണാൻ മനസ്സില്ലായിരുന്നു. അങ്ങനെ ആ ചിത്രം വീണു. പക്ഷേ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് അനുരാഗി. അതിൽ ഉർവശി മനോനില തെറ്റിയ യുവതിയായും മോഹൻലാൽ അവരുടെ ഭർത്താവായും രമ്യ കൃഷ്ണൻ മോഹൻലാലിൻ്റെ കാമുകിയായും അഭിനയിച്ച ചിത്രമാണ്. രതിരംഗങ്ങൾ കൊണ്ട് സമൃദ്ധമായ ചിത്രമാണ്. ഉർവശിയുടെ കുളിസീൻ, രമ്യ കൃഷ്ണൻ്റെ കുളിസീൻ ഒക്കെ അനുരാഗിയിൽ ഉണ്ട്. അവളുടെ രാവുകൾ എഴുതിയ ഷെറീഫാണ് അനുരാഗിക്ക് കഥയും തിരക്കഥയും ഒരുക്കിയത്. IV ശശിയുടെ സിനിമകളിലെ സെക്സ് എപ്പോഴും ചർച്ചാ വിഷയമാണ്. സെക്സിനെ മൂടി വയ്ക്കാനോ സെക്സിൻ്റെ നിഗൂഢതലങ്ങളിലേക്ക് പോകാനോ IV ശശി തയ്യാറാവില്ല. ഭരതൻ സെക്സിനെ മൂടി വയ്ക്കുകയും സെക്സിൻ്റെ നിഗൂഢതലങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. പത്മരാജനും അതുപോലെ തന്നെ. IV ശശി അങ്ങനെയല്ല. കാണിക്കേണ്ടത് കാണിച്ചു തന്നെ പ്രേക്ഷകരെ കോൾമയിർ കൊള്ളിക്കും. എന്തായാലും അനുരാഗി പരാജയപ്പെട്ടതോടുകൂടി IV ശശിയും മോഹൻലാലും തമ്മിൽ കുറച്ചു കാലത്തേക്ക് പിണക്കമായി എന്നും കേൾക്കുന്നു.
അനുരാഗി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. മനോഹരമായ ചിത്രമാണത്. പക്ഷേ സെക്സ് ആവശ്യത്തിനും അനാവശ്യത്തിനും കുത്തി നിറച്ച ചിത്രം.